ക്യാമ്പസുകളിൽ മുഴുവൻ ഈ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ വിട്ടിരിക്കുക. നിങ്ങൾക്കറിയാം, 2017 മഹാരാജ് കോളേജിൽ ഒരു പ്രിൻസിപ്പൽ വന്നു, ബീന ടീച്ചർ വളരെ സ്ട്രോങ് ആയി നിലപാടെടുത്തു. അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സ് റെയ്ഡ് ചെയ്യിപ്പിച്ചു. വടിവാളടക്കമുള്ള ആയുധങ്ങൾ കിട്ടി. വടിവാളടക്കമുള്ള ആയുധങ്ങൾ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്താ? കെട്ടിട നിർമ്മാണത്തിലുള്ള പണിയായുധങ്ങളാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. ഈ മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകൾക്ക് തളം വെച്ചു കൊടുക്കുന്നത്, അവർക്ക് തണലാകുന്നത്, അവർക്ക് കുട പിടിച്ച് കൊടുക്കുന്നത്. എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാൻ മടിക്കാത്ത ഒരാളെ SFI സംസ്ഥാന സെക്രട്ടറിയാക്കി വെച്ച് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ആരംഭിച്ച് കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന, ടോർച്ചർ ചെയ്യുന്ന സംഘടനയാക്കി SFIയെ മാറ്റി. എല്ലാ ലഹരി മരുന്ന് സംവിധാനവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അതിന്റെ പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് ഈ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ്. കേരളത്തിൽ ക്രിമിനലുകളെ അഴിഞ്ഞാടാനാണ് മുഖ്യമന്ത്രി വിട്ടിരിക്കുന്നത്. എന്നിട്ട് പോലീസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഇന്നലെ രാത്രിയിൽ 12 മണി കഴിഞ്ഞപ്പോഴാണ് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രസിഡന്റുമാർ നിരാഹാരം ഇരിക്കുന്ന ആ പന്തലിലേക്ക് പോലീസ് എന്ന് അതിക്രമം കാണിച്ചത്. രാത്രി 1 മണിക്ക് എനിക്ക് അവിടെ പോകേണ്ടി വന്നു. രാത്രി 1 മണിക്ക്. അപ്പൊ പോലീസിനെ വിട്ട് പേടിപ്പിച്ച് ഈ സമരം ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചോ? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘവും പോലീസിനെ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് കാണിച്ച പോലീസുകാർ കാണിച്ചത്. രാജാവും പരിവാരങ്ങളൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തുവെച്ചാൽ അവർക്ക് നല്ലതാണ് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ ഈ സമരങ്ങൾ തുടരും, ഒരു സംശയമില്ല. ഇതൊക്കെ ഞങ്ങൾ സമരാജ്ഞിയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ്സ് നടന്ന സമയത്ത് ഇന്നലെ ഈ ആന ചവിട്ടിക്കൊന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് ഞങ്ങളോട് പരാതി പറഞ്ഞാണ്. കാരണം അവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഇല്ല, അവിടെ വനം വകുപ്പിന്റെ മേൽനോട്ടമില്ല, നിരന്തരമായി ആന ഇറങ്ങുന്ന ഭീഷണിയിലാണ്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ആന പോയി ശ്രീമതി ഇന്ദിരാ രാമകൃഷ്ണനെ ചവിട്ടിക്കൊന്നത്. ഇത് കേരളത്തിലെ വനാതിർത്തിയിൽ ജീവിക്കുന്ന പാവങ്ങളുടെ സങ്കടമാണ്. തിരുവനന്തപുരത്ത് വന്നത് കരടി ആക്രമിച്ചിട്ട് 2 കൈയും കാലും തളർന്നുപോയ ഒരാളാണ്. കാട്ടുപോത്ത് ആക്രമിച്ചിട്ട് തളർന്നുപോയ ഒരാളാണ്. 5000 രൂപയാണ് കൊടുത്തത് സർക്കാർ. മാസങ്ങളോളം ആശുപത്രി കിടന്നിട്ട് 7000-ലധികം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് സർക്കാർ. അതുകൊണ്ടാണ് ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നത്. വനാതിർത്തിയിലെ കൃഷി മുഴുവൻ നശിച്ചു, ഉപജീവന മാർഗം മുഴുവൻ പോയി. കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഉപജീവന റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല, പശുവിനെ കിടന്നാൽ ജീവിക്കുന്നത് പാല് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, ഒരു പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല. ഭീതിയിലാണ് ജനങ്ങൾ. അവിടെയുള്ള വൈകാരികമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. കളക്ടർ അവിടെ വരാൻ തയ്യാറായപ്പോൾ ഈ മന്ത്രി തന്നെയാണ് കളക്ടറെ തടഞ്ഞിരുന്നല്ലേ. അങ്ങനെയല്ലേ കളക്ടർമാർ സ്ഥലത്തെത്തി ഒത്തുതീർപ്പുണ്ടാക്കി സംസാരിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടപ്പാക്കിയല്ലേ ജനങ്ങളെ ശാന്തരാക്കേണ്ടത്. അതിനു പകരം വെല്ലുവിളിക്കുകയാണ് ചെയ്ത്. അതിന് ഈ മന്ത്രിക്കൊക്കെ വേറെ ഉദ്ദേശമുണ്ട്. ഈ മാസപ്പടിയിൽ നിന്നും സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ നിന്നുമൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോവാന്ന അതൊന്നും വിചാരിക്കേണ്ട. ആ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും.